അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാണകയമോയിൻ്റെ അടുത്ത ഒരു നുണയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി വരുന്നതിന് മുമ്പ് അവളുടെ സ്ത്രീകളൊക്കെ വളരെ എംപവേർഡ് ആയിരുന്നു എന്നും പിന്നെ പ്രവാചകൻ അതിനെ നേരെ തിരിച്ചാക്കി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവന് പറയുന്നത് എന്താണെന്ന് കേട്ടോക്കാം. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതായത് മുഹമ്മദ് നബി ഖദീജയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഖദീജ മുഹമ്മദ് നബിയുടെ അങ്ങോട്ട് വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു ഖദീജ. അങ്ങനെ മുഹമ്മദ് നബി റിഫോർമേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഒരു സ്ത്രീ സ്വന്തം കല്യാണം ആലോചിച്ച് മുന്നോട്ട് വന്നാൽ അവൾ അഡൾട്രസ് ആണ്, വേശ്യയാണ് എന്ന വളരെ മികച്ച റിഫോർമേഷൻ കൊണ്ടുവന്ന് ഇസ്ലാമിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയും കൂടിയാണ് പ്രൊഫറ്റ് മുഹമ്മദ്. ഇത്രയും വളരെ മികച്ച വ്യക്തിത്വമാണ് നമ്മൾ സമ്മതിക്കുന്നു. നഊദുബില്ലാ. ഇപ്പോൾ ആരിഫ് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹയെ വേശ്യയാക്കി മാറ്റി എന്നുള്ളതാണ്. വളരെ വേസ്റ്റ് ആയിക്കൊണ്ടുള്ളൊരു ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ആ ഹദീസ് പറയുന്നത് അവിടെ കാണിക്കുന്നുണ്ട്. ആ ഹദീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്ത, ആരാലും സംരക്ഷിക്കപ്പെടാത്ത ഒരു സ്ഥിതിവിശേഷം ഒരാണിനോ പെണ്ണിനോ വരരുത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ചോദിക്കാനും പറയാൻ ആളുണ്ടാവണം, പ്രത്യേകിച്ച് പെണ്ണിന്. അവിടെ സ്ത്രീകൾ സ്വയം വിവാഹം ചെയ്തു കൊടുക്കരുത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നിക്കാഹ് നടത്തി കൊടുക്കരുത് എന്നുള്ളതാണ്. അവിടെ ഒരു പുരുഷൻ ഇടപെടണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അത് പ്രപ്പോസലാക്കി മാറ്റി. ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുള്ള എന്താണ്? അവരുടെ ഒരു കൂട്ടുകാരിയെ ഈ പ്രപ്പോസലുമായിട്ട് അയക്കുകയാണ്. ഇത്തരത്തിൽ പ്രപ്പോസൽ അയക്കുന്നതിനെ ഇസ്ലാം വിരോധിക്കുന്നേയില്ല. ഇസ്ലാം അതവിടെ തിരഞ്ഞെടുക്കാൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ബരീറ മൊയ്ദ് എന്ന് പറഞ്ഞിട്ടുള്ള 2 അടിമകളുണ്ടായിരുന്നു. അവർ പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. ബരീറയെ മോചിപ്പിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ബരീറ മോചിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു നിയമപ്രകാരം മോചിപ്പിക്കപ്പെട്ട ഒരു അടിമക്ക് എന്ത് ചെയ്യാം? അവരുടെ തുടർന്നു കൊണ്ടിരിക്കുന്ന വിവാഹം റദ്ദു ചെയ്യാം. കാരണം എന്താണ്? അവരടിമയായിരുന്ന കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യാണ്? മുസ്ലിങ്ങളല്ലാത്തവരുടെ കീഴിലാവുമ്പോൾ അവരുടെ സമ്മതം കൊണ്ടായിരിക്കില്ല ഈ വിവാഹം നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അത് റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അവർ ഹദീസിൽ ഇപ്രകാരം തന്നെ പറയുന്നുണ്ട്. ബരീറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കൂടെയുള്ള ആളോട് ചോദിക്കുകയാണ്, ബരീറക്ക് മൊഈദിനോടുള്ള വെറുപ്പും മൊഈദിന് ബരീറയോടുള്ള സ്നേഹവും കണ്ട്, പ്രേമവും കണ്ട് അത്ഭുതം തോന്നുന്നുണ്ടോന്ന്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബരീറയുടെ പിന്നാലെ മൊഈദ് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ബരീറയോട് പ്രവാചകൻ ചോദിക്കും, അദ്ദേഹത്തെ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ബരീറ തിരിച്ചു ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് അങ്ങയുടെ കൽപ്പനയാണോ പ്രവാചകരെ എന്നുള്ളതാണ്. ദീനിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പനയാണെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന നിലക്കാണ് ബരീറയുടെ ചോദ്യം. പ്രവാചകൻ പറഞ്ഞു, അല്ല, ഞാൻ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ബരീറ പറയുന്നത് എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഒന്ന് നോക്കൂ നിങ്ങൾ, ഇവിടെ ഇങ്ങനെ ഒരു ഹദീസ് നിലനിൽക്കെ പെണ്ണുങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഞാനിവിടെ മോചിപ്പിക്കപ്പെട്ട ഒരു അടിമയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സംഖ്യകളുടെ പിന്നെ ശാഖകളിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ചാണകത്തിൻ്റെ ക്വാളിറ്റിയിലേ കാണിക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ആരിഫ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചാണക എമോ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോകൾ വിശകലനം ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. ഇപ്പോൾ ലിയാക്കു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഏതാണ് കരാർ. ഇതേപോലെ ചാണക എമോ സ്ട്രാറ്റജി എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ എന്ത് സ്ട്രാറ്റജി വെച്ചിട്ടും കാര്യമില്ല സുഹൃത്തെ എന്നല്ല ആരിഫെ. ഇവിടെ നിങ്ങൾ ഈ ചെയ്യുന്നത് കള്ളത്തരമാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് ഫ്രോഡാണ്. ഇത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും. നിങ്ങളുടെ പിന്നാലെ വരുന്ന ഫോളോവേഴ്സ് ചാണകം തലയിൽ നിറച്ചിട്ടുള്ള വെറും കഴുതകൾ മാത്രമേ നിങ്ങളുടെ ഒപ്പം വരുള്ളൂ. കാരണം എന്താ? നിങ്ങളിവിടെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലൂടെ ഇവിടെ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വിഡ്ഢിത്തരങ്ങളൊന്നും മനസ്സിലാക്കാത്ത വെറും കഴുതകൾ നിങ്ങളുടെ പിന്നാലെ വരും. അല്ലാത്തവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അവർ സത്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ കൂടെ നിൽക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.